ഗൈസ് രാത്രി 1 മണിട്ടാ. ഞങ്ങളിപ്പോൾ വായിച്ചൊന്നുമില്ല, ഞാൻ ജില്ല് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ റോഡ് ശരിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഗൈസ്. രാത്രി 1 മണിക്ക് വീട്ടിൻ്റെ അവിടെ റോഡ് പണിയാണ്. റോഡ് പണിയായിട്ട് അവർ എന്താ പറയുക, നമുക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടാക്കിയിട്ടില്ല. റോഡ് കാര്യങ്ങളൊക്കെ പണിയാണ്. അത് തിരിച്ച് അവർ എന്താ പറയുക, നമുക്ക് പോകാൻ ഞങ്ങൾ 2 ദിവസമായിട്ട് കാറ് പുറത്തിറക്കിയില്ല, ബൈക്കിൽ തന്നെ പോകണം. ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഞാനുണ്ട്, ജില്ലുണ്ട്, വാവിച്ചുണ്ട്, ചിങ്ങുണ്ട്. ഞങ്ങൾ പോകണമെങ്കിൽ 3 ആൾക്കൊരു ബൈക്കിൽ പോകാൻ പറ്റില്ല. 2 വണ്ടിയിൽ ഞങ്ങൾ പുറത്തിറങ്ങി ടൗണിലേക്ക് ആവശ്യങ്ങൾക്ക് പോയിട്ട് വരുന്നത്. ഇവർ ഇതുവരെയായിട്ട് അവിടെ ഇടയിലൊരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ടാറൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് പോകാനുള്ളൊരു സൗകര്യം ചെയ്യുക, അല്ലെങ്കിൽ റോഡ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്താൻ പറയും, അപ്പോൾ നമുക്ക് എടുത്തിട്ട് പോകില്ല. അതുപോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾക്ക് നാളെ കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് പുറത്ത് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇതവിടെ ഇത് പൊതുവഴിയൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കത് എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ ഒന്ന് കല്ലെന്തെങ്കിലും, അവിടെ ഒരു ചാല് പോലെ ഉണ്ട്, അപ്പോൾ കല്ലെന്തെങ്കിലും ഇട്ടിട്ട് ഞങ്ങൾക്ക് അവിടെ പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കണ്ട. യെസ് എന്താ ഈ ഗ്രൗണ്ടിൽ കൂടി വരിക. പക്ഷെ ഇവിടെ നിങ്ങൾ വണ്ടി കയറണമെങ്കിൽ അവിടെ ഒരു ചാലാണ്, പിന്നെ ഇവിടെ നമ്മുടെ റോഡുണ്ട്. ഇനിയിപ്പോൾ ഇത് ശരിയാക്കണം. ഇത്രയും ഗതികെട്ടാൽ ആരെങ്കിലും ഉണ്ടാവും. അതെ, ഗൈസ് ഫൈനലി 1:30 അപ്പോൾ കഴിഞ്ഞു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തല്ലോ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഒന്നാമത് എന്താണ്, രാത്രിയാണ്. പിന്നെ ഒന്നാമത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ വണ്ടികൾ പോലെ ഇല്ലല്ലോ, ഒരു മീഡിയമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ പണി കഴിയും. പിന്നെ അടിയൊക്കെ മുട്ടി എന്ത് വേണേൽ സംഭവിക്കാം. ലോക്കായാൽ പിന്നെ പെട്ടു. ഒന്നാമതില്ലേ, ചിങ്കടും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കാറിലാണ് പോകാൻ പറ്റുള്ളൂ. കാരണം ഫുഡ് എടുക്കണം, ഫീഡ് ചെയ്യണം. ബൈക്കിലൊന്നും ശീലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതാ കൂടുതൽ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങൾ ബൈക്കിലൊക്കെ പോകും, അത് അത്യാവശ്യമൊക്കെ പോകുള്ളൂ. ഇത് എല്ലാത്തിനും നമുക്ക് പോകാൻ പറ്റില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. എനിക്ക് ഞങ്ങൾ വഴിയൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു റൗണ്ട് പോയി, എന്നാലും തിരിച്ച് വന്നാണ്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോവാം. രാവിലെ ഒരു 5 മണിക്ക് കഴിച്ച് പോകേണ്ടതാണ്. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ ഒരിക്കലും റോഡ് പണി എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ നമ്മളൊന്ന് അവിടെ അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർ പുറത്ത് പോകണം. അവർക്കും പുറത്ത് പോകണം, നമുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവർ റോഡ് പണി എടുക്കുന്നവരിൻ്റെ അവരുടെ വർക്ക് അത്. അതുപോലെ നമുക്ക് പുറത്ത് പോയാലും വർക്കും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം ഇങ്ങനെ ആയിട്ട് ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതാണ്. ഇപ്പം ഞങ്ങളിത് പുറത്തൊക്കെ പോയി വന്നത് മുടി അടക്കം പറ്റി ഞങ്ങൾ കുളിക്കാനടക്കം പറ്റില്ല. നേരെ വന്ന് ഇത് ചെയ്യാനാണ്. കാരണം ഇത് ചെയ്താലേ ഞങ്ങൾക്ക് നാളെ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ്.